സുബ്കി ഇമാമിന്റെ മോനെ അതാ മുറ്റത്തിലൂടെ ഒരു നായ ഇങ്ങനെ പോവുകയാണ്. നായ കടന്നു പോകുന്ന സമയത്ത് ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു കിതാബ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മകന് പറഞ്ഞു, ഉഖ്റുജ് യബ്നൽ കൽബ്, ഓ നായന്റെ മോനെ പോടാ. നായനോട് പറഞ്ഞു നായന്റെ മോനെ പോടാന്ന്. ഇതിലെന്താ തെറ്റുള്ളത്? നായനോട് നായന്റെ മോനെ പോടാന്ന് പറഞ്ഞു. പക്ഷേ മോനോട് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മേലാൽ അത് പറയരുത്, നായനെ നോക്കിയിട്ട് നായന്റെ മോനെ പറയരുത് എന്നോ. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, വാപ്പേ നായന്റെ മോനല്ലേ, മൂത്താപ്പന്റെ മോനല്ലല്ലോ, ഇനി എന്താ നായനെ കുറിച്ച് എന്താ പറയാ? ഒരു നായ മറ്റൊരു നായന്റെ മോനല്ലേ? ഞാൻ നായന്റെ മോനല്ലെന്ന് വിളിച്ചേ, നായന്റെ മോനെ ഇബ്നുൽ കൽബിനെ, കൽബ് ഇബ്നുൽ കൽബന്നല്ലേ? അപ്പൊ സുബ്കി ഇമാം പറഞ്ഞൊരു സംഗതി ഉണ്ടെന്നറിയോ? എടാ, നീ ആ നായന്റെ മോനെ എന്ന് വിളിച്ചത് പരിചയപ്പെടുത്താനാണോ ഇൻസൾട്ട് ആക്കാനാണോ? അതാണ് വിഷയം. ഇസ്ലാമിൽ ഇൻസൾട്ടിനോ? അതുകൊണ്ടല്ലോ സലാം പറയൽ സുന്നത്ത്, മടക്കൽ വുജൂബ്. സലാം പറയൽ സുന്നത്ത്, അവിടെ ഈ സുന്നത്തിനാണ് കൂടുതൽ കൂലി, വുജൂബിന് ആ സുന്നത്തിന്റെ കൂലി ഇല്ല. മനസ്സിലായോ? സലാം പറയൽ സുന്നത്ത്, മടക്കൽ വുജൂബ്. ഞാൻ നിങ്ങളെ കണ്ടിട്ട് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ സുന്നത്ത് ഒഴിവായി, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ മടക്കിയിട്ടില്ലെങ്കിൽ വുജൂബ് ഒഴിവാക്കി. പക്ഷെ ഞാൻ തുടങ്ങിയ എനിക്കാണ് മടക്കങ്ങളെക്കാളും ആ വുജൂബിനേക്കാളും കൂലി കൂടുതൽ ഈ സുന്നത്തിനാണ്. എന്നാൽ ഇവിടെ ചർച്ച ഉണ്ട്, എന്താ തുടങ്ങൽ സുന്നത്തും മടക്കൽ വുജൂബും ആയതെന്ന്. അതിനൊരു കാരണമുണ്ട്. എന്താ അറിയോ? ഞാൻ നിങ്ങളെ കണ്ടു സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ല, ഓർമ്മ ഉണ്ടായിട്ടില്ല, അവിടെ ഇൻസൾട്ട് ആക്കൽ വരുന്നില്ല. നേരെ മറിച്ച് ഞാൻ സലാം പറഞ്ഞിട്ട് നിങ്ങൾ മടക്കിയില്ലെങ്കിലോ അത് ഇൻസൾട്ട് ആക്കലാണ്. അതുകൊണ്ടാണ് ഹുക്മിന് കടുപ്പം കൂടിയത് എന്ന് ആ ഹുക്മിന്റെ ഹിക്മത്ത് മഹാന്മാർ എഴുതി വെച്ചത് കാണാം. അതുകൊണ്ടാണ് സുബ്കി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, മോനെ ഈ നായന്റെ മോനെ എന്ന് വിളിച്ചത് പരിചയപ്പെടുത്താനാണോ അതോ ഇൻസൾട്ട് ആക്കാനാണോ? ഈ ഇൻസൾട്ട് ആക്കാൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല മോനെ. മഹാനായ അത്തിബത്ത് ഉസ്താദ് സ്വന്തം മകനെ തർബിയത്ത് ചെയ്യുന്നു, മോനെ പൂച്ച കെട്ടു എന്ന് പറയല്ലേ, പൂച്ച കക്കൂല, പൂച്ചക്ക് തക്ലീഫില്ല.